നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ അപ്പുറത്തേക്ക് ഇരിക്കാം. വേണ്ട, മാറിയിരിക്കുന്നെങ്കിൽ മാറിയിരിക്കട്ടെ ദീപക്. നമുക്കല്പം പ്രൈവസി വേണ്ടേ? അതല്ല, രോഹിത് കൂടി കേൾക്കണം എന്റെ സംസാരം. രോഹിത് ഇരിക്കേ. ആദ്യമായി രോഹിതിനോടൊരു സോറി പറഞ്ഞോട്ടെ. അന്ന് അത്രയും പരുഷമായി പെരുമാറിയതിനും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചതിനും. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദീപക്. അങ്ങനെയല്ലല്ലോ ഞാൻ നേരിട്ട് പറയുമ്പോ. തെറ്റിദ്ധാരണ ഉണ്ടാ അന്ന് അങ്ങനെ പെരുമാറിയത്. വാസ്തവത്തിൽ അവിടെ തീരുമായിരുന്നു ശ്യാമയുടെ ജീവിതം. സർവ്വതും നഷ്ടപ്പെട്ട് തകർന്നു നിന്ന ശ്യാമയുടെ കരുത്തിൽ താലി കെട്ടി സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ച രോഹിതിന്റെ വലിയ മനസ്സാ. എന്തിനാ ദീപക് ഇനി പഴങ്കഥകളൊക്കെ വിളമ്പുന്നത്? നമുക്കിനി മുന്നോട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. മുന്നോട്ടുള്ള കാര്യങ്ങൾ, അതാണ് പ്രധാനം. നമുക്ക് പരസ്പരം മറക്കാം രോഹിത്. നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ശ്യാമയും അങ്ങനെ തന്നെ കരുതണം. ഞാൻ എപ്പോഴേ അതൊക്കെ മറന്നു കഴിഞ്ഞു ദീപക്. ഒപ്പം എന്നെയും മറക്കണം. എന്താ ദീപക് പറഞ്ഞേ? ശ്യാമേ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതിനി എന്തൊക്കെ വിശദീകരണം കൊടുത്താലും ബന്ധുക്കളെയോ നാട്ടുകാരെയോ പറഞ്ഞു മനസ്സിലാക്കാനാവില്ല. അവരുടെ ഒന്നും മനസ്സിനൊന്നും മാഞ്ഞു പോവില്ല. എന്നും ഒരു കറയായിട്ട് അതങ്ങനെ കിടക്കും. ശ്യാമേ, ട്രൈ ടു അക്സെപ്റ്റ് ദ റിയാലിറ്റി. യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. ശ്യാമയ്ക്ക് ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനാവില്ല. അച്ഛന്റെ അമ്മയുടെ തീരുമാനത്തിനപ്പുറം എനിക്ക് മറ്റൊരു ജീവിതം ഉൾക്കൊള്ളാൻ കഴിയില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കണം. എന്റെ അച്ഛമ്മ അത്യാസന നില കിടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ ഒന്ന് കാണണമെന്ന് അച്ഛമ്മയുടെ അന്ത്യ അഭിലാഷമായിരുന്നു. ശ്യാമയുടെ കല്യാണം മാറിപ്പോയ സ്ഥിതിക്ക് അച്ഛനും അമ്മയും എനിക്ക് പുതിയൊരു ബന്ധം ഉറപ്പിച്ചു. അച്ഛന്റെ ബിസിനസ് ഫ്രണ്ട്സിൽ ഒരാളുടെ മകളാ. പേര് മിഥില. തറവാടിത്തവും പണവുമെല്ലാം തോളൊപ്പം. സൗന്ദര്യമുണ്ട്. ബന്ധം വേണ്ടെന്ന് പറയാൻ തക്ക കാരണമൊന്നും ഞാൻ കണ്ടില്ല. ഉടനെയുണ്ട് ഞങ്ങളുടെ വിവാഹം. പിന്നെന്തിനാ ദീപക് എന്നെ കാണുന്നു പറഞ്ഞ? ശ്യാമയെ നേരിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ. ഇപ്പോഴുള്ള ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടു പോകണമെന്ന് പറയാൻ. എന്നെ പൂർണ്ണമായും മറക്കണമെന്ന് ഉപദേശിക്കാൻ. മെയിലിൽ എന്റെ ഫോണിലേക്ക് മെസ്സേജ് കോളോ വരരുതെന്ന് പറയാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്ക് കൊല്ലാനുള്ള ആളുകൾ വേറെയാണ്. നെല്ലിശ്ശേരി സേതുമാധവൻ മുതൽ സ്നേഹ വരെ നീളുന്ന വലിയൊരു പട്ടികയുണ്ട് മനസ്സിൽ. അർച്ചന പുറത്തുനിന്നുള്ളവളാ. ദയാനന്ദ മാഷിന്റെ മോളാ. ആ ചോര എന്റെ കയ്യിൽ പുരളണ്ട. സേതുമാധവൻ മുതൽ സ്നേഹ വരെയെന്ന് പറയുമ്പോൾ അതിലെ സന്ദീപം വരില്ലേ? വരാം, വരാതിരിക്കാം. അതവന്റെ വിധി പോലെ. എന്നോട് അപ്പോഴും ഇതേ മനോഭാവമാണ് അവനെങ്കിൽ പിന്നെന്തിനാവും? കൺമുന്നിലുള്ളതിനോട് നമുക്കെപ്പോഴും ഇഷ്ടം തോന്നും, വേണം തോന്നും. കാണും തോറും ആ ഇഷ്ടം കൂടിക്കൂടി വരും. നമ്മുടെ കൺമുന്നിൽ നിന്ന് മറഞ്ഞ ഒരാളെ നമുക്ക് മറക്കാൻ അധികം സമയമൊന്നും വേണ്ട. കുറച്ചു ദിവസം ആ ഓർമ്മകളിൽ ജീവിക്കും. അത് കഴിഞ്ഞാൽ അതിലൊന്നും കാര്യമില്ലെന്ന് നമുക്ക് തന്നെ സ്വയം മനസ്സിലാവും.
അപ്പോ ഞാൻ തടഞ്ഞാലും സന്ദീപിനെ ചേച്ചി കൊല്ലും, ഉറപ്പായും കൊല്ലും. അതിനെ തടയാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, അവൻ നിന്റെ കഴുത്ത് കെട്ടുന്ന താലിമാല. ഞാൻ വാളെടുക്കുന്നതിന് മുമ്പേ അത് നടന്നില്ലെങ്കിൽ ആര് തടഞ്ഞാലും അത് സംഭവിക്കും. ഇനി അവൻ നിന്നെ വിവാഹം കഴിച്ച നിന്റെ നെറ്റിയിലെ സിന്ദൂരം ചേച്ചി കാരണമായില്ല, അതാണ് വാക്ക്. അവിടുത്തെ മറ്റൊരുത്തരോടും ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഒരു കുടുംബത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ സേതുമാധവനോട് പ്രത്യേകിച്ചു. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ കൊല സേതുമാധവന്റെ. അതിനു മുമ്പേ അല്ല, മോളെന്താ ഇവിടെ? ഞാൻ വെറുതെ. മോളെപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങളിങ്ങനൊരു സിനിമയുടെ കഥ പറഞ്ഞു വരികയായിരുന്നു. ഏത് സിനിമ? കിരീടം. അതില് സേതുമാധവനെ കൊന്നില്ലേ? ആ കഥ എനിക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു. അതിന് സേതുമാധവനെ കൊല്ലുന്നത് കിരീടത്തിലല്ലോ, ചെങ്കോലിലല്ലേ? ഓ ശരിയാണല്ലോ, പെട്ടെന്നേ അത് ഓർത്തില്ല. അത് ചെങ്കോല്ല കേട്ടോ, എനക്ക് കിരീടത്തിലല്ല. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവധിക്ക് വേണ്ടിട്ട് ശബ്ദം കേട്ടിട്ട്. ഓഹോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരാളുടെ മുറി കയറി വരുമ്പോ വിളിച്ചിട്ട് വരാവൂന്ന്? അനക്കേ, നീ എന്തിനാ ആവണി മോളെ വഴക്ക് പറയുന്നേ? മോള് പൊയ്ക്കോ. നീ നിന്നെ. നിന്റെ തള്ള എവിടെ? ആര്? തള്ളയോ? നിന്റെ അമ്മ എവിടെയെന്ന്? മുറിയിലുണ്ട്. നിന്നെ ഞാൻ കൊണ്ടുവന്ന് വിടാം. നിന്നെ അവിടെ അടക്കിയിരുത്താൻ കൂടി എനിക്ക് അവരോട് പറയണം. നടക്ക്, നടക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരോട് ചോദിച്ചിട്ടാടി നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? എന്റെ കുട്ടികളുടെ യാത്ര മുടക്കിയപ്പോ നിനക്ക് തൃപ്തിയായി അല്ലേടി? അത് മുത്തശ്ശി, ഞാൻ മിണ്ടരുത് നീ. ഇവര് പുറത്തു പോയത് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അല്ലേടി നീ പിന്നാലെ പോയത്? എന്താ മുത്തശ്ശി? നിങ്ങൾക്കൊപ്പം പോകരുതെന്ന് ഞാൻ ഇവളോട് പറഞ്ഞതാ. അത് കേൾക്കാതെയാ ഇവള് പോയത്. നീ എന്തിനാ പോയത്? അത് പിന്നെ എങ്ങനെയാ? അവൾക്ക് ഇവിടെ ഇരിപ്പുറക്കണ്ടേ? ഞാൻ വെറുതെ പോയതല്ല. പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കുന്നോടി. പിന്നെ നീ ഇവർക്ക് കൂട്ടുപോയതാണോ? അവളെ തല്ലരുത്. നിർത്ത്, മനുഷ്യന് സഹി കിട്ടു. ഇവൾ ഒറ്റ ഒരുത്തി കാരണോ ഈ വീട്ടിലെ സന്തോഷങ്ങളെല്ലാം നശിച്ചത്. കള്ളക്കണ്ണീരാമ.
എന്റെ ചോദ്യത്തിന് നീ ഉത്തരം പറയടി. ഞാൻ പോകരുതെന്ന് പറഞ്ഞിട്ടും കുറച്ച് സന്തോഷം കിട്ടാൻ വേണ്ടി പോയ ഇവരുടെ പിന്നാലെ നീ എന്തിനാ പോയത്? പറയടി. അത് സഞ്ജുവേട്ടൻ പേഴ്സ് എടുക്കാതെ പോയത്. അത് കൊടുക്കാൻ പോയതാ. സഞ്ജു പേഴ്സ് കൊണ്ടുപോകാത്തത് അവൻ അതിന്റെ ആവശ്യമില്ലാഞ്ഞിട്ടാ. അവൾക്കത് അറിയില്ലല്ലോ. അവൾ കരുതി കാണും പൈസ കാണില്ലെന്ന്. ഓ, അല്ലെങ്കിൽ തന്നെ ഈ ഡിജിറ്റൽ യുഗത്തിൽ പണം സൂക്ഷിക്കാൻ ആരാ കൈ പേഴ്സും കൊണ്ട് നടക്കുന്നേ? ദിനേശ് ന്യായീകരിക്കാൻ വരണ്ട. ഇവരെ ശല്യപ്പെടുത്താൻ ഇവള് കണ്ടെത്തിയ വഴിയല്ലേ അത്? മതി മുത്തശ്ശി അവളെ ചോദ്യം ചെയ്ത്. ഇവള് ചെയ്യുന്നതിനൊക്കെ സൈഡ് പറഞ്ഞിട്ടാ എന്ത് തോന്നിയാസോ ഇവള് കാണിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുത്തശ്ശി പറയാം, എന്തോ ഒരു വലിയ സത്യം എന്നിൽ നിന്ന് എല്ലാരും മറച്ചു വെച്ചിരിക്കാന്ന്. അതെന്താന്ന് എത്ര ചോദിച്ചിട്ടും മുത്തശ്ശി പറയുന്നില്ല. ആ സത്യം എന്താന്ന് സഞ്ജുട്ടൻ അറിയോ? എന്നാ പറയേ, അതെന്താന്ന് എനിക്ക് അറിയണം. എന്താ സഞ്ജുട്ടാ? സഞ്ജുട്ട പറയേ, ഞാനൊന്ന് കേക്കട്ടെ. അത് മുത്തശ്ശി വെറുതെ പറഞ്ഞതാവും. അല്ല, കാര്യേ തന്നെ പറഞ്ഞതാ. അത് ലച്ചുന് വെറുതെ തോന്നിയതാവും. അല്ല സഞ്ജുട്ടാ, ഇവിടെ എല്ലാരും എന്നിൽ നിന്ന് എന്തോ ഒരു കാര്യം ഒളിച്ചു വെക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ അറിയാതെ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താന്ന് അറിയാവുന്നവരെന്താ പറഞ്ഞു തരാത്തെ? സഞ്ജുട്ടൻ എന്നോട് കുറച്ച് സ്നേഹം, കുറച്ച് കരുണയെങ്കിലും ഉണ്ടെങ്കിൽ എന്താ ഞാൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു താ സഞ്ജുട്ടാ. മുത്തശ്ശിയുടെയും കവിതപ്പിച്ചയുടെയും കുത്തുവാക്കുകൾ കേട്ട് കേട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. അതാ ചോദിച്ച. എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാതെ എന്റെ സഞ്ജുട്ടനെങ്കിലും ആ സത്യം എന്താന്നൊന്ന് പറഞ്ഞതാ. അത് ലച്ചു, നീയല്ല, ഞാനാ തെറ്റ് ചെയ്തേ. സഞ്ജുട്ടനോ? അതെ, ഞാൻ മാത്രം ആ തെറ്റ് ചെയ്തേ. സഞ്ജുട്ടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. അത്രയ്ക്ക് മനഃശുദ്ധി ഉള്ളവളല്ല ലച്ചു. ലച്ചു പാവോ. ലച്ചുനൊന്നും മനസ്സിലാവില്ല. സത്യത്തെ ലച്ചുന്റെ ഈ വേദനയ്ക്കെല്ലാം കാരണം ഞാൻ ഒറ്റൊരുത്തന. ലച്ചു, ഞാൻ ചെയ്ത ആ തെറ്റിനെല്ലാം ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കും. മാപ്പ്, എല്ലാത്തിനും മാപ്പ്.
സഞ്ജുട്ടൻ എന്താ ഇങ്ങനെ? എന്തിനാ എന്നോട് മാപ്പ് പറയുന്നത്? അല്ല, സഞ്ജുട്ടൻ അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്ത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാവിലെ എന്താ ഗഹനമായൊരു ആലോചന? ഇത് രാവിലെ തുടങ്ങിയ ചിന്തയല്ല ഗാർഗി, ഇന്നലെ മുതൽ തുടങ്ങിയതാ. എന്താ കാര്യം? എന്താ വിഷയം? നടക്കാൻ പോകുന്ന കാര്യങ്ങള് നീയും അറിഞ്ഞു കാണുമല്ലോ. ദേവമ്മയുടെ ആഭരണങ്ങള് ജാസ്മിന് കൊടുക്കാന്ന് പറഞ്ഞ അതെങ്ങനെ സാധിക്കും? അതിനോട് എനിക്കും യോജിപ്പില്ല. ദേവമ്മ വളരെ പവിത്രമായി അണിഞ്ഞിരുന്ന ആഭരണങ്ങളല്ലേ അത്? ആ ആഭരണങ്ങള് ജാസ്മിനെ പോലെ ഒരാൾക്ക് കൊടുക്കാന്ന് വെച്ചാ എനിക്കത് ഉൾക്കൊള്ളാൻ പോലും സാധിക്കുന്നില്ല. അത് തന്നെയാ എന്റെ മാനസികാവസ്ഥ. ഞാൻ ചിന്തിക്കുന്നതും അതിനെക്കുറിച്ച് തന്നെയാ. നീ ഇത് ബ്രോയോട് സംസാരിച്ചില്ലേ? എന്താ ബ്രോയുടെ അഭിപ്രായം? ഞാൻ സംസാരിച്ചു, പക്ഷേ വിശാൽ സാറിന്റെ മറുപടി എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ബ്രോ എന്തു പറഞ്ഞു? പ്രഭാവതി അമ്മ ഒന്നും കാണാതെ ഒന്നും പറയില്ല, അതുകൊണ്ട് ആ ആഭരണങ്ങള് ജാസ്മിന് കൊടുത്തേക്കാനാ സാറ് പറഞ്ഞത്. ബ്രോ അങ്ങനെ പറഞ്ഞോ? അത് അതിശയായിരിക്കുന്നല്ലോ. വിശാൽ സാർ ഇത് പറയൂന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പിന്നെ ഒരു കാര്യം കൂടി വിശാൽ സാർ പറഞ്ഞു. അത് ദേവമ്മയുടെ ആഭരണങ്ങള് ജാസ്മിന് കൊടുക്കുന്നതിലുള്ള എന്റെ വിഷമം കണ്ടിട്ട് പറഞ്ഞതാവണം. ജാസ്മിന് കൊടുക്കുന്ന ദേവമ്മയുടെ ആഭരണങ്ങള് വിവാഹം കഴിഞ്ഞ് ജാസ്മിനിൽ നിന്നും തിരികെ വാങ്ങണമെന്ന്. നന്നായി. ഇത്രയും വിലയേറിയ ആഭരണങ്ങള് ജാസ്മിന്റെ കൈ കിട്ടിയ അവളത് തിരികെ തരുമെന്ന് തോന്നുന്നുണ്ടോ? കൊടുത്താ കൊടുത്തത് തന്നെയാ. അവള് ഗായത്രിയമ്മയുടെ ആഭരണങ്ങള് എന്നേക്കുമായിട്ട് സ്വന്തമാക്കി വെക്കും. പിന്നെ അവളോട് ഒരു ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. അതെനിക്കറിയാവുന്നതുകൊണ്ടാ വിശാൽ സാറിനോട് പറഞ്ഞ് പ്രഭാവതി അമ്മയുടെയും ജാസ്മിന്റെയും നീക്കങ്ങൾ തടയാൻ നോക്കിയത്. പക്ഷെ ആ ശ്രമം ഒരു പ്രയോജനം ഇല്ലാതായിപ്പോയി. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഞാൻ ഈ ആഭരണങ്ങളും സ്വത്തുക്കളും ഒക്കെ പ്രഭാവതി അമ്മയ്ക്ക് തിരികെ കൊടുത്തപ്പോ അന്ന് അതൊക്കെ അമ്മയ്ക്ക് കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ച ആളാ വിശാൽ സാറ്. ആ വിശാൽ സാറ് ഇപ്പൊ എന്തുകൊണ്ടാ ആഭരണങ്ങളൊക്കെ ജാസ്മിന് കൊടുക്കാൻ പറയുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. പാർവതി, ബ്രോ ഒന്നും കാണാതെ പെരുമാറുന്ന ആളല്ല. എന്നാലും എന്താണ് വിശാൽ സാറ് മനസ്സിൽ കരുതിയിരിക്കുന്നതെന്ന് എന്നോടെങ്കിലും ഒന്ന് പറയാൻ പാടില്ലേ? എങ്കിൽ എനിക്ക് എത്ര മനസ്സമാധാനം കിട്ടുമായിരുന്നു. പാർവതി ഇത് ബ്രോയോട് ചോദിച്ചോ? ഇല്ല, ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോയില്ല. വിശാൽ സാറ് പറയുന്നെങ്കിൽ പറയട്ടെ എന്ന് കരുതി. ഏതായാലും ബ്രോ മനസ്സറിഞ്ഞ് അമ്മയുടെ ആഭരണങ്ങൾ ജാസ്മിന് കൊടുക്കാൻ സാധ്യതയില്ല. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടാവണം. ദേവമ്മയുടെ ആഭരണങ്ങള് ഒരു നിമിഷം പോലും ജാസ്മിൻ അണിയാൻ പാടില്ല. അതാ എന്റെ വാശി. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാ ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് ആലോചിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പിന്നെ ഇത് നമ്മൾ നടത്തി കൊടുക്കുന്ന വിവാഹം. അതുകൊണ്ട് തന്നെ ഈ കല്യാണത്തെ പറ്റി ആരും പിന്നീട് ഒരു കുറവും പറയരുത്. അത് നമുക്ക് മോശം. അതെങ്ങനെ മോശാവും? ജാസ്മിന്റെ ഫാമിലിയും അവളുടെ വിവാഹം നടത്താനായി പങ്കുചേരില്ലേ? ജാസ്മിന്റെ അച്ഛൻ ഏതായാലും അവളുടെ കല്യാണം ആഡംബരമായിട്ട് നടത്തുന്ന ഉറപ്പാ. ഇട്ട് മൂടാനുള്ള സ്വത്തുക്കളുള്ള കുടുംബം. ആ ഫാമിലിയിൽ കെട്ടിച്ചയക്കാൻ ജാസ്മിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നിശ്ചയമായിട്ടും അവരുടെ ഭാഗത്ത് നിന്നും ഒരു കല്യാണം ആമാകം തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ നമ്മള് കൂടി ചേരുമ്പോ മാരേജ് ഗ്രാൻഡ് ആകും.
പാർവതി, ഇന്നലെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? ഗായത്രി ചേച്ചിയുടെ ആഭരണങ്ങളുടെ കാര്യം. നീ അതിങ്ങ് എടുത്തിട്ട് വരൂ. അതിപ്പോ തന്നെ നമുക്ക് ജാസ്മിന് കൊടുത്തേക്കാം. വിശാൽ, ജാസ്മിന്റെ കല്യാണത്തോടനുബന്ധിച്ച് മോന്റെ അമ്മ അണിഞ്ഞിരുന്ന ആഭരണങ്ങള് ഞാൻ ജാസ്മിന് കൊടുക്കാമെന്ന് വെച്ചു. ഇന്നലെ ഞാനത് പാർവതിയോട് പറഞ്ഞിരുന്നു. രാത്രി തന്നെ പാർവതി അതെന്നോട് സൂചിപ്പിച്ചിരുന്നു. എന്നാ പിന്നെ ആഭരണം കൈമാറുന്ന ചടങ്ങ് നടത്തിയേക്കാം അല്ലേ വിശാൽ? അതിനെന്താ, ആയിക്കോട്ടെ. ഇവൻ എന്താ ഇതിനെ എതിർക്കാത്തെ? സാധാരണ ഗായത്രിയുടെ ആഭരണങ്ങൾ അന്യർക്ക് കൊടുക്കാൻ ഇവൻ സമ്മതിക്കില്ലല്ലോ. ഇനിയിപ്പോ സ്വപ്നത്തിൽ വന്ന് കണ്ടതുപോലെ ഗായത്രിയുടെ ആത്മാവ് ഞങ്ങളെ വന്ന് പിടിക്കട്ടെ എന്ന് കരുതിയാണോ ഇവൻ മിണ്ടാതിരിക്കുന്നത്? ആ പാർവതി, നീ ചെന്ന് ആഭരണങ്ങൾ എടുത്തിട്ട് വരൂ. പാർവതി, ചേച്ചി പറഞ്ഞത് നീ കേട്ടില്ലേ? അല്ല, ദേവമ്മയുടെ ആഭരണങ്ങള് അത് ഞാൻ ഇന്നലെ അമ്മയോട് പറഞ്ഞില്ലേ? അതിന്റെ പവിത്രത അതൊന്നും ആലോചിച്ച് നോക്കിയിട്ട്. ഒന്നും ആലോചിക്കാനില്ല. വിശാലിനില്ലാത്ത ആ പ്രശ്നം നിനക്കെന്തിനാ? നീ ഞാൻ പറഞ്ഞത് ചെയ്യും. പോയി ആഭരണങ്ങൾ എടുത്തിട്ട് വരൂ. വിശാൽ സർ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പാർവതി, ആദ്യം ജാസ്മിന്റെ വിവാഹം നടക്കട്ടെ. നീ ചെല്ല്. ചെല്ല് പാർവതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ കുട്ടി ആരുണ്ട്? ആരാ? ആദ്യം അതറിയട്ടെ. ഐശ്വര്യ, തമ്മിലിങ്ങനെ വഴക്ക് കൂടാൻ ഇത് വീടല്ല, ഓർമ്മ വേണം. ഇത്രയും സമയം എന്നെ വഴക്ക് പറഞ്ഞപ്പോ ആരും അതൊന്നും ഓർത്തില്ലല്ലോ. എനിക്കിപ്പൊ ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടണം. ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, മറുപടി പറ. പറയാൻ. ഐശ്വര്യ, ഇത് വീടല്ല, പബ്ലിക് പ്ലേസ് ആണ്. ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നാണക്കേടാ. എനിക്കൊരു നാണക്കേടും ഇല്ല. എനിക്ക് സത്യം അറിയണം. ആളുകൾ ഇടപെടട്ടെ. അവരുടെ മുന്നിൽ വെച്ച് അരുണിനെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. ആ ശ്രീകുട്ടി ആരാ? പറയില്ല അല്ലേ? ഞാനിപ്പോ കാണിച്ചു തരാം. ഞാനിപ്പോ പോവും. ഇനി തമ്മിൽ കാണില്ല. ഞാൻ പോവാ. തിരിച്ചു
തിരിച്ചു വിളിക്കുന്നില്ലല്ലോ. എന്നാ എനിക്കും വാശിയുണ്ട്. അങ്ങനെ വിട്ടുകൊടുക്കില്ല. എന്നെ തേടി അരുൺ കുറെ ആലേ ഐശ്വര്യയുടെ വാശി. അരുൺ, അഭിരാമി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ഒരു ആലോചന അരുൺ? അല്ല, ജാസ്മിൻ പലതവണയായിട്ട് എന്നെ വിളിച്ചിരുന്നു. ഇവൾക്കിപ്പോ കുറച്ച് കഷ്ടകാലം എന്നാ പറയുന്നത്. ജീവിക്കാൻ വേറെ മാർഗമില്ല, ഒരു ജോലി വേണം. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അറിയാനാ. അല്ല, വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, ജോലിക്കാര്യം ഞാനല്ല തീരുമാനിക്കുന്നത്, അതിനുള്ള അധികാരം എൻ്റെ വൈഫിനാണെന്ന്. ഓഫീസിൽ എന്ത് വേണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഫുൾ പവറും ഐശ്വര്യക്ക് മാത്രമാണെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോ ഇവിടെ വെച്ച് യാദൃശ്ചികമായിട്ട് കണ്ടതാ. അപ്പോഴും ഞാൻ ജാസ്മിനോട് അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നേ. അതെയോ? അല്ല, ഐശ്വര്യ എവിടേക്കും പോകുന്നു എന്ന് പറഞ്ഞല്ലോ, പോയോ? ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നു? അത് എനിക്ക് അത്യാവശ്യമായിട്ട് ചിലത് വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ ആ ഷോപ്പിൽ നിന്ന് പോയതാ. ഐശ്വര്യ മാഡത്തിനോട് നേരിട്ട് തന്നെ ജാസ്മിൻ ചോദിക്ക്. അല്ലാതെ അവിടെ ജോലി തരാനൊന്നും എനിക്കൊരു അധികാരമില്ല. എനിക്കെന്നല്ല, എന്റെ ഏട്ടനോ അമ്മയ്ക്കോ പോലും അതിനുള്ള അവകാശമില്ല. ഫുൾ പവറും ഈ മാഡത്തിനാ. മാഡം എന്നെ ഒന്ന് സഹായിക്കണം. പിന്നെ എന്റെ വൈഫായതുകൊണ്ട് പോയിട്ട് പറയുന്നതല്ല. ഐശ്വര്യ നല്ല മനസാക്ഷിയുള്ള ആളാ. പിന്നെ ഇതുപോലുള്ള കഷ്ടതകൾ കണ്ട അപ്പം മനസ്സലിയും. അതെനിക്ക് ഉറപ്പാ, അല്ലേ? മാഡം കരുണ കാണിക്കണം. ഓക്കെ, ഇത്ര താഴ്മയായിട്ട് പറഞ്ഞതല്ലേ, നമുക്ക് നോക്കാം. പക്ഷേ അടങ്ങി ഒതുങ്ങി നിന്നോണം. മാഡം പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞോളാം. അങ്ങനെ നിന്ന് നിനക്ക് കൊള്ളാം. പിന്നെ കമ്പനിയിലെ ജോലി തരണമെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ നിനക്കുണ്ടോന്ന് അറിയണം. അതൊക്കെ ഉണ്ട്. അരുണിനോട് ചോദിച്ചില്ല. ഇത് ഒഫീഷ്യൽ കാര്യമാണ്, ഞാൻ ഡീൽ ചെയ്യും. അത് നിന്റെ വിദ്യാഭ്യാസ യോഗ്യത, അത് കേക്കട്ടെ. ഞാൻ BCom പാസ്സായതാ. ഓക്കെ, വിവാഹിതയാണോ? ഒരു മോളുണ്ട്. അപ്പൊ ഹസ്ബൻഡോ? എന്താ ഹസ്ബൻഡ് എവിടെ? എന്താ ഒന്നും പറയാത്തെ? ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? ശരി, പറയാൻ പ്രയാസമാണെങ്കിൽ പറയണ്ട.
നിന്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഓക്കെ, അപ്പൊ കുഞ്ഞു ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രാണൻ പകുത്തുകൊടുത്ത് മറ്റൊരാളെ മനസ്സിലേറ്റണം. അയാളില്ലെങ്കിൽ ജീവിതമേ വേണ്ടാന്ന് വെക്കാനും പറ്റണം. പറ്റുമോ പ്രസാദേട്ടന്? പറ്റാതെ പിന്നെ എത്ര കാലം ഒരുമിച്ച് നടന്നാലും ഒരാൾക്ക് വേറൊരാളുടെ മനസ്സോ ജീവിതമോ പൂർണ്ണമായും മനസ്സിലാകണമെന്നില്ല അഞ്ജലി. ഞാൻ ആരെങ്കിലും മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അഞ്ജലിക്ക് എങ്ങനെ അറിയാൻ പറ്റും? പറഞ്ഞാൽ അറിയാലോ, പറയണം. എന്നാലേ എനിക്കത് അറിയാൻ പറ്റൂ. അത് ഞാൻ ആരതിയാ, നമ്മള് വിളിച്ചില്ലല്ലോ അങ്ങോട്ട്. മോളെ ആരതി. ആഹാ, എന്താ ഒരു ഇഷ്ടം, എന്താ ഒരു വാത്സല്യം നോക്ക്. 3-4 മനുഷ്യര് വേറെ ഏതോ ഒരു ദിക്കിലോട്ട് യാത്ര പോയിട്ട് ഒന്ന് വിളിച്ചന്വേഷിക്കാൻ തോന്നിയില്ലല്ലോ. കൊള്ളാം, സൂപ്പർ ചേച്ചിയാ നിങ്ങള്. എന്നൊന്നും നീ കളിയാക്കി കുറ്റപ്പെടുത്തണ്ട. നിങ്ങളെ 3-4 പേര് ചേർന്നല്ലേ ഇവിടുന്ന് പോയത്. അപ്പൊ പിന്നെ ആരും തനിച്ചാണെന്നുള്ള വേവലാതി വേണ്ടല്ലോ. അതുകൊണ്ടാ ഇവിടുന്ന് പുറപ്പെട്ടു പോയിട്ട് ഉടനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാത്തത്. അതെ അതെ, തെറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് എന്ത് ന്യായീകരണവും കണ്ടുപിടിക്കാലോ. അല്ല, പ്രസാദേട്ടനില്ലേ അവിടെ? പ്രസാദേട്ടൻ ഇവിടെ തന്നെയുണ്ട്. വേറെ എവിടെ പോവാനാ? മനസ്സിലായി. ഇനിയിപ്പോ എവിടെയും പോവാൻ താല്പര്യം കാണില്ലെന്ന് അറിയാം. കൂട്ടുകുടുംബത്തിന്റെ ശ്വാസമുട്ടലിൽ നിന്ന് ഭാര്യയും ഭർത്താവും തനിച്ചായ ദിവസമല്ലേ. പ്രസാദേട്ടൻ ചുറ്റിപ്പറ്റി അവിടെ തന്നെ കാണുമായിരിക്കും. അല്ലെങ്കിൽ 10 മണിയാവുമ്പോ കൂർക്കം വലിക്കുന്ന മനുഷ്യരൊക്കെ ഇപ്പോഴും എഴുന്നേറ്റിരിക്കുകയാണെന്ന് പറയുമ്പോ തന്നെ റൊമാൻസിന്റെ ലെവലൊക്കെ ഞങ്ങൾക്ക് ഊഹിക്കാം കേട്ടോ. എന്തൊക്കെയാടി നിങ്ങൾ ഈ പറയുന്നേ? രണ്ടിനും ഒരു ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല. മാനം മര്യാദയ്ക്ക് സംസാരിക്കുന്നു കരുതി ഞാൻ അറിയാതെ ഫോൺ സ്പീക്കറിൽ ഇട്ടുപോയി. അയ്യോ, നീയൊക്കെ പറഞ്ഞ വേണ്ടാധീനങ്ങൾ മുഴുവൻ പ്രസാദേട്ട ഇവിടെ നിന്ന് കേക്കുവാ. അതിന് ഞങ്ങള് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളെ ഭാര്യയും ഭർത്താവും അല്ലേ. തനിച്ചാവുമ്പോ ആർക്കായാലും ഇത്തിരി റൊമാൻസ് ഒക്കെ തോന്നും. ഞങ്ങളതങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, പറച്ചിൽ അത്ര വലിയ കുറ്റമാണോ ഈ രാജ്യത്ത്? മതി മതി, ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. അച്ഛൻ എവിടെ? അച്ഛനും അമ്മയൊക്കെ എവിടെ? അവിടുത്തെ വിശേഷങ്ങൾ എന്താന്ന് പറ. അച്ചു കിടന്നുറങ്ങി. യാത്രാക്ഷീണോ? അച്ഛനും അമ്മയൊക്കെ ഹാപ്പിയാ. നിങ്ങൾ എന്താ വരാത്തെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ. ആ, ഞങ്ങള് നാളെ രാവിലെ തിരിക്കുമെന്ന് പറഞ്ഞാ മതി. നിങ്ങൾ ഫോൺ വെച്ചേക്ക്. വെച്ചോ വെച്ചോ. ഈ ധൃതിയുടെ കാരണമൊക്കെ അറിയാം ഞങ്ങൾക്ക്. പ്രസാദേട്ടൻ കേൾക്കുന്നുണ്ട്, ഞങ്ങൾ വേറൊന്നും പറയുന്നില്ല. അപ്പൊ ഗുഡ് നൈറ്റ്. എന്താ എവിടെയാ പറയേണ്ടതെന്ന് ഒരു നിശ്ചയമില്ല രണ്ടിനും. പ്രസാദേട്ടൻ ഇരിക്കെ, കഴിക്കാൻ നമുക്ക്. മതി, താനും ഇരുന്നു. ഞാൻ പിന്നെ ഇരിക്കാം. പറയുന്ന കേൾക്കണം. എന്റെ ദേഷ്യം അറിയാലോ. ഇരിക്കണേ അവിടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കൈ പിടിച്ച നീ ആദ്യം നടക്കാൻ പഠിച്ചത്, അത് മറക്കരുത്. ആണോ? എന്നാ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങൾ ആദ്യം നടക്കാൻ പഠിച്ചത് എങ്ങനെയാ? ആരുടെയെങ്കിലും കൈപിടിച്ച് തന്നെ ആയിരിക്കുമല്ലോ. മനുഷ്യരെല്ലാം അങ്ങനെ തന്നെയാ നടക്കാൻ പഠിക്കുന്നത് എന്ന് കരുതി 2 കാലിൽ നിവർന്നു നിൽക്കാൻ കഴിഞ്ഞാലും പഴയ കൈത്താങ്ങി തേടി പോകുന്നതാണ് തെറ്റ്. എന്നിട്ട് നീ ഇപ്പൊ 2 കാലിൽ നിവർന്നാണോ നിൽക്കുന്നത്? അല്ലല്ലോ. പിന്നെ എന്താ ഇത്ര പറയാനായിട്ട്? എനിക്കറിയാം,
നിങ്ങൾ ഉള്ളാലെ എന്റെ ഈ വീഴ്ച കണ്ട് സന്തോഷിക്കുക. ഓരോ ദുർനിമിത്തങ്ങളും ഞാൻ നിങ്ങളുടെ വാക്ക് കേൾക്കാത്തോണ്ട് സംഭവിക്കുന്നതാണെന്ന് വ്യാഖ്യാനിച്ചെടുക്കാനല്ലേ നിങ്ങളുടെ ഉത്സാഹം. എന്നെ ശപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്താലേ നിങ്ങൾക്ക് ഉറക്കം വരും. ഞാനിതെന്താടാ വെറുതെ വ്യാഖ്യാനിക്കുന്നതാണോ ഇതൊക്കെ? സത്യം പകലുപോലെ വ്യക്തമല്ലേ? പൂജ നടക്കുമ്പോ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേക്കരുതെന്ന് ആരെല്ലാം പറഞ്ഞു? നീ കേട്ടോ? എന്നിട്ട് അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ലളിതായിരിക്കും പറഞ്ഞത്. ലളിത അല്ലാതെയും ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞാലും ഞാൻ അറിയും കാര്യങ്ങള്. ഓഹോ, ഇനിയിപ്പം നിങ്ങൾ അറിഞ്ഞാൽ എനിക്കെന്താ? നിങ്ങള് മേഘന്റെ തല കൊയ്യോ? ഇല്ലല്ലോ. എനിക്കെന്തിനാടാ നിന്റെ ഈ തല? ബുദ്ധിക്ക് പകരം ചേറ് നിറച്ചു വെച്ചിരിക്കുകയാണല്ലോ അവിടെ. അതല്ലേടാ ഇത്രയൊക്കെ പറ്റിയിട്ടും രാധേ രാധേന്നും പറഞ്ഞ് നീ പിന്നാലെ പോകുന്നത്. ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതി വരുമായിരുന്നോ? ഇല്ലല്ലോ. പരിഹസിക്കണ്ട. പണ്ട് മുതൽ നിങ്ങൾ പറഞ്ഞത് കേട്ടതിന്റെ ഗതികേട ഞാനിപ്പോ അനുഭവിക്കുന്നത് തന്നെ. ഇനിയെങ്കിലും ഒന്ന് മാറി നടന്നു നോക്കട്ടെ, രക്ഷപ്പെടുമെന്ന് അറിയണമല്ലോ. രക്ഷപ്പെട്ടത് തന്നെ. എടാ, എന്നെ ഷോക്കടിച്ച് വീഴ്ത്തിയതും നിന്നെ ഇപ്പൊ ഈ ഗതിയിലാക്കിയതും ആരാന്നാ നിന്റെ വിചാരം? അതവളാ, ചത്തുപോയ നിന്റെ പഴയ ഭാര്യ തന്നെ, സുഭദ്ര തമ്പുരാട്ടി. എന്തിനും ഏതിനും പെറ്റമ്മയെ നീ കുറ്റം പറഞ്ഞു പഠിച്ചുപോയി. യഥാർത്ഥ ശത്രുവിനെ കാണാൻ കഴിയുന്നുമില്ല. അതാണ് സത്യം. പിന്നെ സുഭദ്രയുടെ രൂപവും ഭാവവും ഉണ്ടെങ്കിലും അവളുടെ അനുജത്തിയാണ് രാധയെന്ന് നീ മറക്കരുത്. അതുകൊണ്ട് തന്നെ നിന്റെ രണ്ടാം ഭാര്യയായി തന്റെ സ്ഥാനത്ത് രാധ വരണമെന്ന് സുഭദ്ര ഒരിക്കലും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് സുഭദ്രയുടെ ശക്തിയാ ഓരോരോ ദുരന്തങ്ങളായി നിന്റെ മേലിൽ പതിക്കുന്നത്. ഇനിയെങ്കിലും അത് ഓർത്താൻ നിനക്ക് കൊള്ളാം. അയ്യോ സാറേ, സൂക്ഷിച്ചോ, ഞാൻ പിടിക്കാം. പതിയെ. ഒരെണ്ണം പിടിക്കുകയും വേണ്ട, എന്റെ പിന്നാലെ വരികയും വേണ്ട. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്പം മുമ്പ് ഇവരുടെ ചിന്താമണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞ ഭാവന എന്താണെന്നറിയാമോ? നന്ദിനിയെ പോലീസ് ചോദ്യം ചെയ്തത് കസേരയുടെ കാലിൽ കെട്ടിയിട്ടാണെന്ന്. മർദ്ദനമുറകൾ അതിഭീകരമായിരുന്നു. ഓ നിർത്തടി. അച്ഛന് നേരെ തർക്കിക്കാൻ ചെല്ലുന്നോ? നീ പറഞ്ഞ കാര്യമല്ലേ അച്ഛൻ നിന്നോട് പറഞ്ഞത്? മഹാസാഹിത്യകനായ MD വാസുദേവൻ അടുത്തിടെ പറഞ്ഞൊരു വാചകമുണ്ട്. മനുഷ്യർ എത്ര അല്പന്മാരാണെന്ന്. അന്യരെ കുറിച്ച് എന്തെങ്കിലും ഒരു മോശമായ വാർത്ത കിട്ടിയാൽ ഒരു മാസത്തേക്ക് അവർ ആഹാരമാക്കുമെന്ന്. നിങ്ങൾ എല്ലാവരും ഇവളെ ന്യായീകരിച്ച് സംസാരിച്ചോ? പക്ഷേ ഇവളിൽ നിന്ന് കിട്ടുന്ന തിരിച്ചടിയും നന്ദികേടും ഓർത്ത് നിങ്ങൾ എല്ലാവരും കരയും. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യും.
ദൈവമേ, ദൈവമേ. എന്താ മോനെ, എന്താ വിഷമിച്ച് നിൽക്കുന്ന? ഞാൻ ACP ആയിട്ടും എനിക്ക് എന്റെ അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എന്നെ കൊണ്ട് തന്നെ അവര് മനഃപൂർവ്വം എന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. അതോർത്തൊന്നും എന്റെ പൊന്നുമോൻ വിഷമിക്കണ്ട. നീ ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറാ. നീ നിന്റെ ഡ്യൂട്ടിയാ ചെയ്തത്. എന്നാലും എന്റെ പൊന്നമ്മേ. മോനെ, ഡ്യൂട്ടിയിൽ ഒരു ക്രമക്കേടും കാണിക്കാത്തവനാണ് നീന്ന് ഇതോടെ എല്ലാവരും അറിഞ്ഞു. അമ്മയാണെങ്കിൽ പോലും അറസ്റ്റ് ചെയ്യാൻ മടിക്കില്ലെന്ന് ഇതോടെ ഡിപ്പാർട്ട്മെന്റിൽ അറിഞ്ഞില്ലേ? എന്റെ മോന്റെ കീർത്തി വർദ്ധിപ്പിക്കാൻ ദയവായിട്ട് ഒരുക്കിയ പദ്ധതിയാണെന്ന് മാത്രം കരുതിയാൽ മതി. പോട്ടെ. ഇതിന്റെ പിന്നിൽ ആ സ്ത്രീ, രജനിയും സംവിധാനവും എല്ലാം ഇന്ദ്രജ. എന്റെ വല്യമ്മ, ACPയുടെ അമ്മായി. എന്റെ അച്ഛനെ ജയിലിലിട്ട് അവരെ തല്ലിപ്പിച്ചു. ഇപ്പതാ നമ്മുടെ അമ്മയെ കുറ്റവാളിയാക്കി പോലീസ് സ്റ്റേഷനിൽ കയറ്റി. അവരെ ഞാനൊന്ന് കാണുന്നുണ്ട്. എന്റെ പൊന്നു മോളെ, നീ അവരോട് വഴക്കിനൊന്നും പോകണ്ട. വെറുതെ വിട്ട് അവർ ഇനിയും തലേ കയറും. കുറെ കാശും ചില സ്വാധീനങ്ങളും ഉണ്ടെന്ന് കരുതി എന്തു ആകാന്ന് വിചാരിക്കരുത്. ഇത്തരം ആറ്റിറ്റ്യൂഡുള്ളവരെ വീഴ്ത്തണം. അല്ലെങ്കിൽ അവര് നമുക്ക് മാത്രല്ല, എല്ലാവർക്കും ശല്യമാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവരെ കൊല്ലാനാ ഞാനൊരു കൊട്ടേഷൻ തന്നത്. അത് ചെയ്തിട്ടേ പോകൂ. മോളെ 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 മോനെ കാർത്തിക്, കൈമലേട്ടാ, കുഞ്ഞിന്റെ കൈ. മോളെ മോളെ നന്ദിനി, എന്റെ മോളുടെ കൈ. മോനെ കാർത്തിക്, മോളെ വാ, ഹോസ്പിറ്റലിലേക്ക് പോ. വാ. എത്ര സ്റ്റിച്ച് ഉണ്ട്? 2 ഉള്ളൂ. എന്താ അത് പോരെ? എന്റെ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് രക്തം പോയി. എന്നെ കൊല്ലാനായിരുന്നു കൊട്ടേഷൻ. ആ ഇന്ദ്രജയായിരിക്കും അല്ലേ? അല്ലാതാര്? അവക്കുള്ള കൊട്ടേഷൻ ദൈവം നേരിട്ടായിരിക്കും നടപ്പിലാക്കുക. ആ, എന്നാലും കാർത്തി, നീ ഈ കൃത്യസമയത്ത് ആ തിരുവട്ടാർ കുന്നിൽ എങ്ങനെ പറന്നെത്തി? എന്നെ ഇവിടെ വിളിച്ചു പറഞ്ഞു മീനാക്ഷി. എവിടെ നിന്നോ ഒരു ആപത്തിന്റെ സ്മെല്ലടിക്കുന്നുണ്ട്. ACP വേഗം എത്തണമെന്ന്.
എങ്ങനെ മനസ്സിലായി എന്റെ നേരെ ആക്രമണം ഉണ്ടാവുമെന്ന്? ഞാൻ ഇന്നലെ രാത്രിയില് ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടിരുന്നു. മുത്തശ്ശി ആരോ ആക്രമിക്കാൻ വരുന്നെന്ന്. മോള് സ്വപ്നം കണ്ടെന്നോ? മനസ്സിലായില്ലോടോ തനിക്ക്? ഇതാണ് രക്തം രക്തത്തെ തൊട്ടറിയുന്ന ടെലിപ്പതി. പൊക്കിൾക്കൊടി ബന്ധം, മാതൃസ്നേഹത്തിന്റെ ഇന്ദ്രജാലം. എന്റെ പൊന്നു മോള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.